ഉണ്ടാക്കാൻ പോകുന്നത് ദോശപ്പൊടി. ദോശപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉഴുന്ന്, മുളക്, കായം, കുരുമുളക്, ഉപ്പ്. ഇത് തയ്യാറാക്കുന്ന വിധം: ഈ ചീനച്ചട്ടിയിലേക്ക് 1.25 ഗ്ലാസ് ഉഴുന്നാണ് ഞാനിടുന്നത്. ഉഴുന്നിട്ടു, മുളകിട്ടു. മുളക് കളഞ്ഞിട്ടിടുക. അതിന് ശേഷം ഇളക്കുക. നല്ല ചുവക്കുന്ന വരെ ഇളക്കുക. കായം കട്ടയാണെങ്കിൽ ഇതിലേക്ക് ഇടുക അന്നേരം തന്നെ. പൊടിയാണെങ്കിൽ പൊടിക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ഇടുക. എന്താ ഇത്രയും കുരുമുളക് ഇടുക, അത് മതിയാവും. എന്നിട്ട് ഇളക്കുക. ഇതിന് ഇത്രയും കുരുമുളക് മതിയാവും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ കളറാകുന്നവരെ. നിങ്ങൾക്ക് ഈ മുളകിടാൻ പ്രയാസമാണെങ്കിൽ മുളക് പൊടി പൊടിക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. പിന്നെ കായപ്പൊടിയാണെങ്കിൽ, മറ്റേ കട്ടയാണെങ്കിൽ ഇത് നേരത്തെ ഇടണം. എന്നിട്ട് ഈ കളറാവുന്നവരെ ആക്കണം. അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ വായിലിട്ടൊന്ന് ഒന്ന് ചതച്ച് നോക്കണം. അന്നേരം നല്ല ഇതായിട്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു പാത്രത്തിലേക്ക് ആക്കുക. സ്റ്റവ് കെടുത്തി ഏകദേശം ഈ കളറാകുമ്പോൾ ചീനച്ചട്ടിയിൽ നിന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണം. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള, ഞാൻ ഈ കല്ലുപ്പാണ് എടുക്കുന്നത്. നിങ്ങൾ പൊടിയുപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത്രയും എടുക്കുന്നുണ്ട് പൊടിയുപ്പ്, അല്ല കല്ലുപ്പാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കായപ്പൊടി, ഉപ്പിട്ടാൽ മതി. കായപ്പൊടി കായമാണെങ്കിൽ നേരത്തെ ഇടുക. ആവശ്യമായിട്ടുള്ള കായപ്പൊടി. കായപ്പൊടി ഇടുക. അത് ഏകദേശം ഇത്തിരി ഇത്തിരി ഇട്ടാൽ മതി. അത് നമ്മുടെ ഇതനുസരിച്ച്. എന്നിട്ട് ഇത് അടയ്ക്കുക. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലാക്കി പൊടിക്കാം. ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞു മിക്സിയിൽ. അത് നമുക്കൊരു പാത്രത്തിൽ ചൂടാറാൻ വയ്ക്കാം. നന്നായിട്ട് ചൂടാറണം. കുറച്ച് തരിയൊക്കെ ഉണ്ടാവണം. ഇങ്ങനെ ഇരിക്കും. ഈ രീതിക്ക് പൊടിച്ചെടുക്കുക. പൊടി ചൂടാറിയ ശേഷം ഒരു നല്ല തുടച്ച് വൃത്തിയാക്കിയ കുപ്പിയിലിട്ട് വയ്ക്കുക. ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ആക്കിയിട്ട് ഇതിൽ വെളിച്ചെണ്ണയോ എണ്ണയോ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് എണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ചാലിക്കുക. എരിവ് കൂടുതൽ വേണ്ടിയവർ എരിവിടുക. കൂടുതൽ മുളക് പൊടിയോ ഒക്കെ ഇങ്ങനെ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്കാണ് കുട്ടികളൊക്കെ ഉള്ളിടത്ത് എരിവ് അധികം വേണ്ടി വരില്ല. അന്നേരം അതനുസരിച്ച് നമ്മുടെ ഇത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഞാൻ ചാലിച്ചിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് മുളക് പൊടിയോ കൂടുതൽ ചേർക്കാം. ഇത് ഞാൻ ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അധികം വേണ്ടാത്തതുകൊണ്ട്. ഇപ്പോൾ കറണ്ടില്ലെങ്കിലും
ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പെട്ടെന്ന് പറ്റുകയും ചെയ്യും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.